പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ഡ്രമ്മിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് ഇട്ടപ്പോഴത്തേക്കും എന്നോട് ചിലർ ചോദിച്ചിരുന്നു, ഇത് എവിടെ നിന്നാണ് കിട്ടുക, ഞങ്ങൾക്കും കിട്ടുമോ എന്നുള്ള രൂപത്തിലൊക്കെ ചോദിച്ചിരുന്നു. എനിക്ക് എൻ്റെ നാട് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിലായത് കാരണം എനിക്ക് ഇതൊരു ഈ RB കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഡ്രം എനിക്ക് കിട്ടിയത്. അപ്പം ഇവിടെ ഈ തലയോലപ്പറമ്പിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ RBയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കമ്പനിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമായിരിക്കും. കമ്പനികളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന പരുന്തിനെ കണ്ടോ? ആ പരുന്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, പരുന്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ആ പരുന്തിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് ഈ ഭാഗത്ത് ഏറ്റവും ഉയർന്ന മരമാണ് ഇതും. ഇതാ നിൽക്കുന്ന നമ്മുടെ ആഞ്ഞിലി എന്ന് പറയുന്ന മരം. അപ്പോൾ ആഞ്ഞിലി മരത്തിലാണ് അവൻ കൂട് വെച്ചിരുന്നത്. നേരെ നമ്മുടെ ഇത് കണ്ടു, ഞങ്ങളുടെ ഇതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നത് മൂവാറ്റുപുഴയാറാണ്. അപ്പം ആ കൂട്ടിൽ അവൻ കൂട് വെച്ചിട്ട് കുഞ്ഞ് ഉണ്ടായി. പക്ഷേ 2 പരുന്ത്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു പഠിക്കാനുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അവർ 2 പരുന്തുണ്ടായിരുന്നു. 2 പേരും വന്ന് ഒരാൾ ഇവിടെ ഇരിക്കും, ഈ ഒരു മരത്തേലും ഇരിക്കും, വേറൊരാൾ അപ്പുറത്ത് എവിടെയോ ഒരു സ്ഥലത്തുമാണ് ഇരിക്കുന്നത്. എൻ്റെ ഈ കൂടാണ് അവരുടെ ലക്ഷ്യം നോക്കിയിരിക്കുന്നത്. പക്ഷേ കാക്കയെന്ന് പറയുന്ന സാധനം ഇത്രക്ക് ഒരു ചൊറിയുന്നൊരു സാധനമാണെന്ന് മനസ്സിലായത് എനിക്ക് ഇതോടുകൂടിയാണ്. ഈ കാക്ക ആ കൂടിൻ്റെ പരിസരത്തൂടി പോകും, പക്ഷേ ഈ പരുന്ത് അനങ്ങിയല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കാക്ക വീണ്ടും വരും. വീണ്ടും വന്നിട്ട് ഇതിൻ്റെ അടുത്തുകൂടി ഒന്ന് പറക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ പരുന്തിനെ ഓടിക്കാൻ ചെല്ലുമ്പോൾ മറ്റേ കാക്ക വന്ന് ആ കുഞ്ഞിനെ എന്താവശ്യത്തിന് ആ കുഞ്ഞ് അവിടെയെങ്ങാനും ഒരിക്കലും അതിൻ്റെ അടുക്കയിലോട്ട് പറന്നു വരും. അപ്പോൾ അടുത്ത ആൾ കൊത്താൻ ചെല്ലും. അപ്പോൾ 3ാമത്തെ കാക്ക വരും. അതാണ് ഇവിടുത്തെ നിത്യം നടന്നിട്ടിരുന്ന സംഭവം. പക്ഷേ ഒരു 1-2 മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പരുന്തിനെ ശരിക്കും നല്ല രീതിക്ക് നിരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ പരുന്തിൻ്റെയും കാക്കയുടെയും ആ ഒരു കഥ തന്നെയാണ് അതിൽ. ഇത് കൊത്താനായിട്ട് കാക്ക ഇത് വന്ന് കാക്ക ഈ പരുന്തിൻ്റെ പുറകെ വരും. പരുന്ത് ലാസ്റ്റ് മേളിലോട്ട് തന്നെ പറന്നു പോകും. കാക്ക കുറേ അങ്ങ് പറന്നു കഴിഞ്ഞ് കാക്ക തനിയെ താഴത്തോട്ട് പോരുകയും ചെയ്യും. ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവൻ അവിടെ കൂട് വെച്ചേക്കണം. എനിക്ക് മനസ്സിലായത് ആ വെള്ളത്തിൽ നിന്ന് മീൻ കൊത്തി അവൻ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനും കൊടുക്കും. നമ്മൾ അതിൻ്റെ താഴ്ത്തി എല്ലാമെങ്കിൽ വേസ്റ്റൊക്കെ കിട്ടും കാണാൻ കേട്ടോ ഇതിൻ്റെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെയർ ആയിട്ടാണെന്നറിയാമോ നോക്കണേ. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി, പരുന്തിലോട്ട് പോയി. അപ്പം ഇതിപ്പോൾ കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഞങ്ങളിത് 2ആയിട്ട് മുറിക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. നമ്മുടെ കട്ട് ചെയ്യണ ആൾ ഇതൊക്കെ കറക്റ്റായിട്ട് അളന്നും കുറിച്ചൊക്കെ ചെയ്യുള്ളൂ. സാധാരണ കൂട്ട് ഞാനാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ രീതിക്കൊക്കെ വെട്ടി കണ്ടിച്ചെന്നിരിക്കും. അങ്ങനെയൊന്നും നടക്കുകയല്ല, പുള്ളി കറക്റ്റായിട്ട് തന്നെ ചെയ്തു തരുള്ളൂ. അപ്പം അത് കട്ട് ചെയ്യണം, പകുതിയായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിപ്പോൾ പച്ചക്കറി വെക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് 2ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഇത്തിരി വലിയ എന്തെങ്കിലും ചെടികൾ, ഫ്രൂട്ട്സ് പ്ലാന്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത്തിരി മുഴിപ്പിച്ചത് ഇത്ര ഭാഗത്തൊക്കെ വെച്ച് കട്ട് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പം നമ്മളെന്തായാലും 2ആയിട്ട് തന്നെ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിനുള്ള അളവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡ്രമ്മ് കട്ട് ചെയ്യുകയാണേ, ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. കട്ടർ ഉപയോഗിച്ചാട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതാണോ? ഒരു ഗ്രോ ബാഗിനകത്ത് ഇത്തിരി പൊക്കം വരും, എന്നാലും കുഴപ്പമില്ല. രണ്ടെണ്ണം തന്നെയാണ്. 2ആക്കാം. എന്തായാലും ഇത് 10 നമുക്ക് ഇങ്ങനെ 2ആക്കി തന്നെ പോകട്ടെ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പം ഹസ്ബൻഡുള്ള കാരണം ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തൊക്കെ തരും. ഇത് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് ഇതിനകത്ത് ഞാൻ കരിയില നിറച്ചാണ്. പിന്നെ നമ്മൾ മേളിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ മണ്ണ് കിടക്കുന്നത്. അപ്പോൾ താഴത്തുനിന്ന് കരിയില എടുത്തുകൊണ്ട് തന്നെ അതാണ് ഇനിയുള്ളൊരു പരിപാടി. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ അന്നന്ന് അടിക്കുന്നത് ഞാൻ കൊണ്ടുവന്ന് മേളിൽ കൂട്ടിയിടുമായിരുന്നു. ഇപ്പോൾ കുറച്ചായിക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാത്തത് കാരണം
മൊത്തം താഴെ കൂട്ടിയിട്ടേക്കുവാണ്. അതെല്ലാം കൊണ്ടുവന്ന് നിറക്കണം. അപ്പോൾ ബാക്കി ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് ബാക്കി ഇത് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ ഇവിടുന്ന് ഓടി ഞങ്ങൾ മാറി നിന്നതിൻ്റെ കാര്യം ഇത് കണ്ടോ, ഇത് ഒരു ഡ്രം കട്ട് ചെയ്തപ്പോൾ വന്നേക്കുന്ന പൊടി കണ്ടോ. ഈ പൊടിയൊക്കെ ഞാനൊക്കെ വലിച്ചെങ്ങാനും ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ 4 ദിവസത്തേക്ക് പയ്യെന്ന് എണീക്കില്ല. അതുപോലെയാണ്. അപ്പോൾ അതേ കണ്ടോ, ഒരെണ്ണം കട്ട് ചെയ്തപ്പോഴേ ഈ പൊടി. അതുകൊണ്ടാട്ടോ മൂക്കിങ്ങനെ ഇത് വെച്ച് അടച്ച് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഡ്രമ്മെല്ലാം കട്ട് ചെയ്തു. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സംഭവം ഇച്ചിരി ചെറുതായിപ്പോയി എന്ന്. ഇച്ചിരി മുഴിപ്പിച്ച് കട്ട് ചെയ്യേണ്ടതായിരുന്നു. സാരമില്ല, നമുക്ക് ആദ്യ വിധത്തിലൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ വലിയ വലിയ ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കടവഴി പോകാനൊരു സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ആദ്യമായിട്ടല്ലേ, പണി പാളിയെന്നൊരു തോന്നലെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരെണ്ണം കട്ട് ചെയ്തപ്പോഴേ ഞാൻ അവിടുന്ന് പോയായിരുന്നു. അത് കാരണം പിന്നെ ശ്രദ്ധിച്ചില്ല. ഈ മുഴുപ്പിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷി ഇതിൽ അങ്ങ് ആരംഭിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കരിയില ഇടുന്നില്ല കേട്ടോ. കരിയില ഇടാൻ സാധ്യതയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത്രയല്ലേ ഉള്ളൂ. മേളിൽ ഇരിക്കുന്നതും കരിയില കമ്പോസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് മണ്ണൊക്കെ നിറച്ച് അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ചെറുതാണ് സംഭവം. എന്തായാലും നമുക്ക് ചീരയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ അതേ ഇങ്ങനെ കട്ട് ചെയ്ത് അടുക്കിയൊക്കെ എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഈ ഏരിയയിലില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഡബ് ചെയ്യുന്നത്, പൊടിയായത് കാരണം. അപ്പോൾ ശരി.